കായംകുളം എസ്.എൻ. വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 44ാമത് സ്കൂൾ വാർഷികം വിപുലമായി ആഘോഷിച്ചു. ചലച്ചിത്ര സീരിയൽ നടീനടന്മാരായ അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാലും സഹധർമ്മിണി ദിവ്യ ശ്രീധറും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം എസ്.എൻ. വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 44ാമത് സ്കൂൾ വാർഷികം യൂഫോറിയ 2K25 വിപുലമായി ആഘോഷിച്ചു. പ്രസിദ്ധ ചലച്ചിത്ര സീരിയൽ നടീനടന്മാരായ അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ ഭാര്യ ദിവ്യ ശ്രീധർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അക്ഷരാർത്ഥം, ഭാവാർത്ഥം, വ്യംഗ്യാർത്ഥം, രൂഢമൂലം, ലക്ഷണാർത്ഥം, ഇങ്ങനെ കുറേയുണ്ട്. അപ്പൊ മലയാള ഭാഷയ്ക്ക് അക്ഷരാർത്ഥം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ട്. ഈ ഭാഷയ്ക്കൊരു ഭംഗിയുണ്ട്, അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ട്. ഭാവം വരുമ്പോൾ അർത്ഥം മാറും, അത് ഭാവാർത്ഥം, വ്യംഗ്യാർത്ഥം, രൂഢമൂലം. നമുക്ക് ആദ്യം അക്ഷരാർത്ഥം തന്നെ നോക്കാം. അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് പറയുമ്പോൾ 1-2 ഉദാഹരണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭ എന്ന ഈ അപ്പൂപ്പൻ ചിരിക്കുന്ന പോലെ, പല്ലില്ലാത്ത അപ്പൂപ്പൻ ചിരിക്കുന്ന പോലത്തെ വലിയ ഭ ഇല്ലേ, ആ ഭ അറിയില്ലേ? കാരണം ഇപ്പൊ ചാറ്റ് വന്നേ പിന്നെ ബായും എല്ലാം ഒന്ന് തന്നെയാണ്. ഈ അപ്പൂപ്പനെ പോലെ ചിരിക്കുന്ന ഭ, അതിന്റെ അർത്ഥം, ആ അക്ഷരത്തിന്റെ അർത്ഥം വെളിച്ചം എന്നാണ്. ഭ എന്ന വാക്കിന്റെ അർത്ഥം വെളിച്ചം. അപ്പൊ ഭയം എന്ന് വെച്ചാൽ വെളിച്ചം ഇല്ലാതെയാകുമ്പോൾ, ഭ യമ, വെളിച്ചം ഇല്ലാതെയാകുമ്പോൾ മനസ്സിൽ എന്താണോ ഉണ്ടാകുന്നത് അതിന്റെ പേര് ഭയം. അപ്പൊ ഭയം എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം വെളിച്ചമില്ലാതാകുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണോ അതിന് ഭയം എന്ന് പറയാം. ഭാസ്കരൻ എന്ന് വെച്ചാൽ, ഭ എന്ന് വെച്ചാൽ വെളിച്ചം, ആരാണോ വെളിച്ചം തരുന്നത് അവൻ ഭാസ്കരൻ. അതുകൊണ്ട് സൂര്യൻ ഭാസ്കരൻ, അത് അക്ഷരാർത്ഥം. യസ് കരോതി ഭ, അല്ലെങ്കിൽ ആരാണോ വെളിച്ചം വരുന്നത് അത് സൂര്യൻ ഭാസ്കരൻ. ഇത് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇതാണ് ഓരോ അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ട്. ഇനിയിപ്പോ ര എന്ന വാക്കിന്റെ അർത്ഥം, ര എന്ന് വെച്ചാൽ ഇരുട്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് 3 യാമങ്ങളിൽ ഇരുട്ടുള്ള ആ സമയത്തിന് രാത്രി ത്രയം എന്ന് വെച്ചാൽ 3, രാത്രി എന്ന് വെച്ചാൽ 3 യാമങ്ങളിൽ ഇരുട്ടുള്ളതിന്റെ പേര് രാത്രി. ഇതിനെ നമുക്കൊന്ന് ചേർത്തൊന്ന് വായിച്ചു നോക്കാം. ഈ അക്ഷരാർത്ഥത്തിൽ ചേർത്ത് നോക്കിയാൽ ഭ ര തമ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഭാരതം. എസ്.എൻ. സാംസ്കാരിക സമിതി പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷനായി. തമ്പുരാനെയും അദ്ദേഹത്തിന്റെ പ്രിയപത്നിയെയും സാക്ഷി നിർത്തി നമ്മൾ ഈ ഹർഷോന്മാദത്തിന്റെ ആ ലയത്തിലേക്ക് വല്ലാതെ ആകർഷിക്കപ്പെട്ട ഒരവസ്ഥയിൽ എന്ത് പറയണം എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ വാക്കുകൾക്കല്ലിവിടെ പ്രസക്തി. വാക്കുകളുടെ തമ്പുരാനുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാതോർത്ത് ക്ഷമയറ്റ് നിങ്ങളിരിക്കാമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നത് അനുചിതമാണ് എന്ന ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ KR വിശ്വംഭരൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ട്രഷറർ പ്രൊഫസർ TM സുകുമാരബാബു മുഖ്യപ്രഭാഷണം നടത്തി. B അബിൻഷാ, മഠത്തിൽ ബിജു, CR റോബിൻ, A ബീന, പ്രൊഫസർ ഡോക്ടർ SB ശ്രീജയ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ലക്ഷ്മി സീനിയേഴ്സിനുള്ള വിടവാങ്ങൽ ആശംസാ പ്രസംഗം നടത്തി. സീനിയേഴ്സിന്റെ മറുപടി വിസ്മയ് R നിർവഹിച്ചു. 2 ദിവസം നീണ്ടുനിന്ന കലാപരിപാടിയിൽ ആദ്യ ദിവസം PTA പ്രസിഡന്റ് PS ശ്രീകുമാർ അധ്യക്ഷനായി. മാനേജ്മെന്റും PTAയും ചേർന്ന് പുരസ്കാര വിതരണം നടത്തി. 2 ദിവസവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. हामिद, बेटा कहाँ हो तुम? हाँ बड़ी अम्मी, मैं आता हूँ। आज ईद है, तुम नए कपड़े पहन लो। मस्जिद नहीं जाना है क्या?
हाँ मैं अभी आता हूँ। बेटा हामिद, ये लो पैसे, तुम कुछ खिलौने ले लेना। बड़ी अम्मी, बड़ी अम्मी। बेटा तुम आ गए, तुमने क्या खरीदा? मैं आ गया। ये लो अम्मी, तुम्हारे लिए मैंने रोटी पकड़ने का चिमटा खरीदा है। तुम्हारे हाथ जल जाते थे ना। बेटा तुम कितना प्यार करते हो मुझसे, मुझे बहुत खुशी हुई है सुनकर। CD നെറ്റ് ന്യൂസ് കായംകുളം.